സ്ഥാനമേറ്റതിന് പിന്നാലെയുള്ള കന്യപ്രസംഗത്തിൽ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ വിമർശനവുമായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. കാനഡ അമേരിക്കയുടെ ഭാഗമാണെന്ന നിർദ്ദേശം അസംബന്ധമെന്ന് കാർണി തുറന്നടിച്ചു. ട്രംപിനെ ബഹുമാനിക്കുന്നു, എന്നാൽ തൽക്കാലം കൂടിക്കാഴ്ച നടത്താനില്ലെന്നും കാർണി വ്യക്തമാക്കി. ട്രംപിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ കടുത്ത നിലപാട് തന്നെയാകും കാനഡ സ്വീകരിക്കുകയെന്ന് കാർണി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. അമേരിക്ക കാനഡയോട് കുറച്ച് ബഹുമാനം കാണിക്കുന്നതുവരെ $20 ബില്യൺ US ഉൽപ്പന്നങ്ങൾക്ക് കാനഡ ചുമത്തിയ അധിക തീരുവ അതുപോലെ തുടരുമെന്ന് മാർക്ക് കാർണി വ്യക്തമാക്കി. കാനഡയെ അമേരിക്കയോട് കൂട്ടിച്ചേർക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. കാനഡയുടെ പരമാധികാരത്തെ ബഹുമാനിക്കുന്ന പക്ഷം മാത്രമേ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ താൻ തയ്യാറാവൂ എന്നും കാർണി വ്യക്തമാക്കി. ട്രംപിന്റെ തീരുവ യുദ്ധം തുടരുന്നതിനിടെ കടുത്ത ട്രംപ് വിരോധിയായ മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായി എത്തിയത് വ്യാപാര യുദ്ധം കനപ്പിക്കാനാണ് സാധ്യത. അമേരിക്കയുമായുള്ള കാനഡയുടെ ബന്ധം ഏറ്റവും വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ കാർണിയുടെ ഇടപെടൽ എന്താകുമെന്നതും കണ്ടറിയണം. കാനഡയുടെ 24ാം പ്രധാനമന്ത്രിയായി കഴിഞ്ഞ ദിവസമാണ് മാർക്ക് കാർണി അധികാരമേറ്റത്. ഒട്ടാവയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ ഗവർണർ ജനറൽ മേരി സൈമൺ അധ്യക്ഷത വഹിച്ചു. മുൻ പ്രധാനമന്ത്രിമാർ, ഗവർണർ ജനറൽമാർ തുടങ്ങി രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം ചടങ്ങിലെത്തി. എന്നാൽ രാജിവെച്ച ജസ്റ്റിൻ ട്രൂഡോ ചടങ്ങിനെ എത്തിയിരുന്നില്ല. US കാനഡ വ്യാപാര യുദ്ധം മുറുകി നിൽക്കുമ്പോഴാണ് കാർണി നിർണായക പദവിയിലേക്ക് എത്തുന്നത്. വേഗത്തിൽ നീങ്ങാനാകുന്ന ചെറുതും പരിചയസമ്പത്തുമുള്ള മന്ത്രിസഭയാണ് തന്റേതെന്ന് സമൂഹമാധ്യമത്തിൽ കുറിച്ച കാർണി നിർണായകമായ ചില മാറ്റങ്ങൾ വരുത്തി. ധനമന്ത്രിയായിരുന്ന ഡൊമിനിക് ലെബ്ല രാജ്യാന്തര വ്യാപാര വകുപ്പിന്റെ ചുമതലയിലേക്ക് മാറും. നിലവിലെ ഇന്നോവേഷൻ മന്ത്രി ഫ്രാൻസോ ഷാപ്പെയിനാകും പുതിയ ധനമന്ത്രി. വിദേശകാര്യമന്ത്രിയായി മെലനി ജോളി തുടരും. ബാങ്ക് ഓഫ് കാനഡ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നിവയുടെ പ്രസിഡന്റായിരുന്ന കാർണി ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിയോടെയാണ് പദവിയിലേക്ക് എത്തിയത്.